കേരളത്തിന് ഒടുവിൽ വനിതാ മുഖ്യമന്ത്രിയെ കിട്ടി. നിയമസഭാ രാജ്യാന്തര പുസ്തകോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മാതൃകാ നിയമസഭയിലാണ് വനിതാ മുഖ്യമന്ത്രിയും വനിതാ പ്രതിപക്ഷ നേതാവും അവതരിച്ച് മിന്നിത്തിളങ്ങിയത്. വിലക്കയറ്റം അടിയന്തര പ്രമേയ വിഷയമാക്കി ഭരണപക്ഷത്തെ പ്രതിപക്ഷം വരിഞ്ഞു മുറുക്കുന്നതും ചരിത്രമുറങ്ങുന്ന പഴയ നിയമസഭാ ഹാൾ സാക്ഷിയായി. കുട്ടികൾക്കുള്ള മാതൃകാ നിയമസഭാ ഉദ്ഘാടനമാണെന്നൊന്നും സ്പീക്കർ എൻ ഷംസീർ നോക്കിയില്ല. പ്രതിപക്ഷത്തിനെ തോണ്ടി പ്രസംഗം തുടങ്ങി. പ്രതിപക്ഷ നിരയിൽ കുറച്ചൊഴപ്പന്മാരായ നിയമസഭാ സാമാജികരുണ്ട്. അതുകൊണ്ടാണ് പിറകിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വാക്കുകൾ അസ്ഥാനത്തായെന്ന് പിന്നീടുള്ള രംഗങ്ങൾ തെളിയിച്ചു. മുഖ്യമന്ത്രിയായി അവതരിച്ച വെഞ്ഞാറമൂട് ഗവൺമെന്റ് HSSലെ എസ് ഗൌരിപ്രിയയെയും പ്രതിപക്ഷ നേതാവ് പട്ടം സെന്റ് മേരീസിലെ TS ശില്പയെയും കൈകൂപ്പി വണങ്ങി യഥാർത്ഥ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും പിൻബെഞ്ചിൽ വന്നിരുന്നു. പിന്നാലെ കുട്ടി സ്പീക്കർ GS സനോജ് ചെയറിലെത്തി. ചോദ്യോത്തരവേള വരെ കാര്യങ്ങൾ സമാധാനപരം. പിന്നാലെ വിലക്കയറ്റം ചർച്ചയാക്കാൻ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. കേന്ദ്രത്തെ പഴിചാരി ഭക്ഷ്യമന്ത്രിയും മുഖ്യമന്ത്രിയും പ്രതിരോധിച്ചു. കേന്ദ്ര സർക്കാരിന്റെ റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്ത് വിലക്കയറ്റം ഏറ്റവും ഫലപ്രദമായി പിടിച്ചു നിർത്തിയ സംസ്ഥാനമാണ് കേരളം. എന്നാൽ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ച പ്രതിപക്ഷ നിരയിലെ അമാനി മുഹമ്മദിന് ഒരു മയവും ഉണ്ടായിരുന്നില്ല. ഉള്ളി മുറിക്കുമ്പോഴല്ല വില കേൾക്കുമ്പോൾ തന്നെ കണ്ണിൽ വെള്ളം നിറയുന്ന അവസ്ഥയാണിത്. ഏതായാലും ചരിത്രമുറങ്ങുന്ന കേരള നിയമസഭയ്ക്ക് ഇതുവരെ ലഭിക്കാത്ത വനിതാ മുഖ്യമന്ത്രിയെയും വനിതാ പ്രതിപക്ഷ നേതാവിനെയും മാതൃകാ നിയമസഭ സമ്മാനിച്ചതാണ്